ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഒരു 2.5 3 മാസത്തോളമായി നാട്ടിലായിരുന്നു. ഇപ്പോൾ അതാ തിരിച്ചെത്തി ട്ടോ. സൗദിയിൽ തിരിച്ചെത്തി. അപ്പോൾ സൗദിയിലെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്നൊരു അടിപൊളി ഒരു കേദൽ ചിക്കൻ, എൻ്റേതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള അടിപൊളി കേദൽ ചിക്കനും നല്ല ഇടിയപ്പവുമാണ് ഇന്നത്തെ റെസിപ്പി ട്ടോ. സൂപ്പർ കോംബോ ആണ്. ഭയങ്കര ടേസ്റ്റിയാണ്. എത്ര തിന്നാലും നമുക്ക് മതിയാവില്ല. രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അടികട്ടിയുള്ള പാത്രമായിരിക്കണം. നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ ചട്ടി ചൂടാക്കിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് വേണ്ടിയത്. നാടൻ ഇതാണ് കേട്ടോ, വെളിച്ചെണ്ണ തന്നെ വേണം. ഇനിയിപ്പോൾ ഞാൻ 2 വലിയ സൈസുള്ള ഉള്ളി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തോ. എൻ്റെ അടുത്തിപ്പോൾ ചെറിയ ഉള്ളി ഇല്ല. അപ്പോൾ ഞാൻ 2 വലിയ ഉള്ളിയാണ് എടുത്തത്. അത് നന്നായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് ഇതേ രീതിയിലാകുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് കളർ മാറണ്ട, എന്നാൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചതച്ച മുളകാണ് കേട്ടോ. ഇത് കാശ്മീരി മുളകാണ് ഞാൻ എടുത്തത്. ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഈ കാശ്മീരിൻ്റെ കൂടെ 2-3 സാധാരണ വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അരഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് കാശ്മീരി മാത്രമാണ് എടുത്തത്. ഇനിയിപ്പോൾ ഈ ഒരു മുളക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരണം കേട്ടോ. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഇട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയിലേക്ക് കുറച്ച് സോസാണ്. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ വിനെഗർ സുർക്കയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ എന്ന് പറയുന്നത് ആകെ ഒരു പൊടിയേ ഉള്ളൂ. പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒഴിച്ച സോയാ സോസും ആ ഒരു പൊടിയും ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഒരു 10 സെക്കൻഡൊക്കെ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി ഞാൻ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. നന്നായിട്ട് വെള്ളമൊക്കെ പോക്കിയതിൻ്റെ ശേഷം മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തോട്ടെ. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചത്. ഇനി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുകയും ചെയ്യാം. ഇപ്പോൾ അതാ ചിക്കൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലൊരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ചിക്കനും നന്നായിട്ട് വെള്ളം കളഞ്ഞെടുത്തതായിരിക്കണം. ഊറ്റി വെച്ച ചിക്കൻ ആയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഗ്രേവിയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. തീരെ വെള്ളമൊന്നും ചേർക്കാണ്ട് ഇനി മൂടി വെച്ചിട്ട് 15 മിനിറ്റാണ് ചെറിയ തീയിൽ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരെ വെള്ളം ഒഴിക്കാത്തതാണ്. പിന്നെ ഒരുപാട് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരാനുമില്ല. കാരണം ആ ഒരു ചിക്കൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിയതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ വേവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റ് അതിൻ്റെ ശേഷമാണ് ഞാനിതിങ്ങനെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ടാണിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി മാറ്റി പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് പച്ചരിപ്പൊടി, നമ്മൾ പത്തിരിപ്പൊടി എന്ന് പറയില്ല, റോസ്റ്റ് ചെയ്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ് ഇടിയപ്പത്തിന് വേണ്ടിയത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പം ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഓരോരുത്തരും ഓരോ രീതിയിൽ പല രീതിയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കേൾക്കലുണ്ട്. അരി അരച്ചിട്ടുണ്ടാക്കുന്നൊന്നും, പുഴുങ്ങലരി അരച്ചിട്ടുണ്ടാക്കുന്നുണ്ടെന്നും, പൊടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ടെന്നും പല രീതിയിൽ കേൾക്കലുണ്ട്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. റോസ്റ്റ് ചെയ്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ് ഇടിയപ്പത്തിന് വേണ്ടിയത്. 2 കപ്പ് പൊടിക്ക് ഞാനിവിടെ ഒരു 3.5 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വാട്ടിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കൈ വെച്ച് തൊടണ്ട. ഇങ്ങനെ ഒരു സ്പാച്ചുല അല്ലെങ്കിൽ കയ്യിലോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുഴക്കേണ്ട ഒരാവശ്യം പോലും വരുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഇടിയപ്പം നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. വളരെ കുറഞ്ഞ ആൾക്കാർ പറയുന്ന കേൾക്കലുണ്ട് പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ അതാ പറഞ്ഞത്, പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുറേശ്ശെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ ഒരൊറ്റ ഉരുള ആവുന്ന വരെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് കുഴക്കേണ്ട ഒരു ആവശ്യം പോലും വരില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിതാ എല്ലാം കൂടെ ഒന്ന് പൊത്തി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞോട്ടെ, കൈ കൊണ്ടൊന്ന് തൊടാൻ പറ്റുന്ന ഭാഗമാവട്ടെ. ഇപ്പോൾ ഇതാ ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, മാവ് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നല്ലോണം ഫില്ല് ചെയ്യുക കേട്ടോ. എൻ്റെ അടുത്തുള്ള ഈ ഇടിയപ്പത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ നാട്ടിൽ പോയാൽ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇലക്ട്രിക്കിൻ്റെ ഇതാണിത്. നല്ല എളുപ്പമുണ്ട് കേട്ടോ. എനിക്ക് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. കാരണം അത് പിഴിഞ്ഞെടുക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല. ഇപ്പോൾ ഇതിപ്പോൾ വാങ്ങിയേരെ നാട്ടിൽ നിന്നും ഉണ്ടാക്കി ഇവിടെ വന്നേരെയും ഫസ്റ്റ് തന്നെ ഞാൻ ഇതാണ് ഉണ്ടാക്കി കേട്ടോ. നല്ല എളുപ്പമുണ്ട്. അത് ചാർജ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ എത്രത്തോളം ഇത് ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആവിച്ചെമ്പിൽ ഞാൻ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അടിയിൽ വെള്ളം തിളക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ അതിൻ്റെ തട്ടിൽ ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഇടിയപ്പം നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു 4 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇതിലുണ്ടാക്കുന്നത്. ഇത് ചെറിയ ടൈപ്പിലുള്ളതാണ്. ഞാൻ പിന്നെ വേറൊരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതിൽ ഒരു പ്ലേറ്റ് ഇറക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നായി കിട്ടും. പിന്നെ 2 ചെമ്പ് വെക്കുകയാണെങ്കിൽ വേഗം പണി തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ 2 ചെമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ അതാ ഈ ഫസ്റ്റ് ചെമ്പിലേക്കുള്ളത് ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ല തീ തന്നെ കേട്ടോ ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതാ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പകുതി ഉണ്ടാക്കി കഴിഞ്ഞു. ബാക്കിയാണ് ലാസ്റ്റാണ് ഇട്ടത്. അപ്പോൾ അതാ എല്ലാം ഇളക്കി പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ചെമ്പിൽ ഞാനിങ്ങനെ വലുതാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ വലുതാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കേദൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ്. ഭയങ്കര ഇതാണ് കേട്ടത്. വെറുതെ കഴിച്ചു പോവും, അത്രയും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ അധികം എരിവില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സാധാരണ മുളക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അരക്കണ സമയത്ത് നമ്മൾ ക്രഷ് ചെയ്യണ സമയത്ത് സാധാരണ വറ്റൽ മുളകും കൂടെ മിക്സ് ചെയ്ത് അരച്ചാൽ മതി. അപ്പോൾ നമ്മളെ പൂ പോലുള്ള നമ്മൾ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇടിയപ്പം ആയാലും ഈ ഒരു കേദൽ ചിക്കൻ ആയാലും ഒരു ഫേമസ് ചിക്കൻ തന്നെയാണ് ഈ ഒരു കേദൽ ചിക്കൻ എന്ന് പറയുന്നത്. പക്ഷേ ഇൻഗ്രീഡിയൻസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. അത്രക്കും ഞാൻ ഗ്യാരണ്ടി തരുന്ന റെസിപ്പിയാണിത്. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഉള്ളി ഇതൊന്നും അരിഞ്ഞ് ഇരിക്കുകയും വേണ്ട, മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. പെട്ടെന്ന് പണി കഴിയുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. ഇപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തതാണ് ഇട്ടത്, അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് നെക്കി കൊടുക്കണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.